ഏവർക്കും നമസ്കാരം. ആനുവൽ IT പരീക്ഷ 2025 ബന്ധപ്പെട്ട് മുൻവർഷങ്ങളിൽ ചോദിച്ച 8ാം ക്ലാസ്സിലെ ഒരു ചോദ്യം പരിശോധിക്കാം. ദ സ്കോർ ഗെയിൻഡ് ബൈ ദ മെമ്പേഴ്സ് ഓഫ് ദ ലിറ്റിൽ കൈറ്റ്സ് ഓഫ് സ്കൂൾ ഫോർ ദർ ആക്ടിവിറ്റീസ് ഈസ് ഗിവൺ ഇൻ ദ ഫയൽ score.ots ഇൻ ദ ഫോൾഡർ എക്സാം ഡോക്യുമെൻറ്റ്സ് 8 ഇൻ ഹോമിലെ എക്സാം ഡോക്യുമെൻറ്റ്സ് 8 score.ots എന്നൊരു ഫയൽ നൽകിയിട്ടുണ്ട്. അതിൽ ലിറ്റിൽ കൈറ്റ്സിലെ അതിലെ കുട്ടികൾ നേടിയിട്ടുള്ള മാർക്കുകളെ കുറിച്ചിട്ടുള്ള ഒരു ടേബിളാണ്. ആ ടേബിളിൽ അവസാനം ഒരു ടോട്ടൽ എന്ന് പറയുന്ന കോളം ഉണ്ട്. അതിൽ ഓരോ കുട്ടിക്കും ലഭിച്ച മാർക്കിൻ്റെ ടോട്ടൽ കണ്ടുപിടിക്കണം, ഓരോ കുട്ടികളെയും കണ്ടുപിടിക്കണം. അതിനുശേഷം അതിന് മുകളിൽ ഒരു വരി, ഒരു നിര ചേർക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. ഒരു റോ ചേർക്കണം. അതിനുശേഷം അത് ആ ഒരു റോയിലെ സെല്ലുകളെല്ലാം തന്നെ മെർജ് ചെയ്തുകൊണ്ട് അതിന് ഹെഡിങ്ങിന് വേണ്ടിയിട്ടൊന്ന് മെർജ് ചെയ്യണം. അതിലെ സെല്ലുകൾ അതിൻ്റെ ഹെഡിങ് ആയിട്ട് ഇവാലുവേഷൻ ഓഫ് ലിറ്റിൽ കൈറ്റ്സ് എന്നതായിരിക്കും ആ മെർജ്ഡ് സെൽസിൻ്റെ ഹെഡിങ് ആയിട്ട് വരേണ്ടത്. അതിനുശേഷം ഹോമിൽ എക്സാം 8 സേവ് ചെയ്യുക എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പോൾ ആദ്യം score.ots എന്നൊരു ഫയൽ തുറക്കാം. അതിന് പ്ലേസസിലെ ഹോമിലെ എക്സാം ഡോക്യുമെൻറ്റ്സ് 8 score.ots എന്ന ഒരു ഫയൽ ഓപ്പൺ ചെയ്യുകയാണ്. ഇതിൻ്റെ അവസാന ഭാഗത്തെ ടോട്ടൽ വരണമെന്നുള്ളതാണ് ആദ്യത്തെ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ടോട്ടൽ വരുന്നതിന് വേണ്ടി ഈ ഒരു കുട്ടിയുടെ, ശ്രീരാജ് എന്നുള്ള കുട്ടിയുടെ ഈ മാർക്ക് മുതൽ ഇവിടം വരെയുള്ളതെല്ലാം ടോട്ടൽ ചെയ്ത് ഇവിടെ വരണം. അതിനുവേണ്ടി ഈ സെല്ലുകളെല്ലാം തന്നെ ആ കുട്ടിയുടെ മാർക്കുകൾ വരുന്ന എല്ലാ സെല്ലുകളും സെലക്ട് ചെയ്യുക. അതോടൊപ്പം ടോട്ടൽ ലഭിക്കേണ്ട സെല്ലും സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ സമ്മ് എന്ന് പറയുന്ന ഒരു ഐക്കണുണ്ട്. ആ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ മുഴുവനും ഇവിടെ സമ്മ് വരും. ഇനി താഴേക്കുള്ള മറ്റ് സെല്ലുകളിൽ വരുന്നതിന് വേണ്ടി ഈ ഒരു സെല്ലിൻ്റെ അവസാന ഭാഗത്ത് അതിൻ്റെ കോർണറിൽ ഒരു ഡോട്ട് കാണാം. ആ ഡോട്ടിന് മുകളിലേക്ക് മൗസ് കൊണ്ടുവരുമ്പോൾ അതൊരു പ്ലസ് ചിഹ്നത്തിലേക്ക് മാറും. ആ പ്ലസ് ചിഹ്നത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ മൗസിൻ്റെ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് പിടിച്ചുകൊണ്ട് താഴേക്കൊന്ന് ഡ്രാഗ് ചെയ്താൽ എല്ലാ കോളത്തിലേക്കും അതിൻ്റെ ഒരു ടോട്ടൽ വരുന്നുണ്ട്. അടുത്തതായി പറയുന്നത് ഇതിൻ്റെ മുകളിൽ ഒരു റോ ചേർക്കണമെന്നാണ്. അതിനായി ഇവിടെ ഒന്ന് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം മൗസിൻ്റെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഇൻസേർട്ട് റോസ് എബവ് എന്ന് കാണാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ ഇതിൻ്റെ മുകളിലൊരു റോ വന്നിട്ടുണ്ട്. നമുക്ക് ഹെഡിങ്ങിന് വേണ്ടിയിട്ട് ഇവിടെ മുതൽ ഇവിടം വരെയുള്ള സെല്ലുകൾ ആദ്യത്തെ ആ റോയിലെ ഈ സ്റ്റാർട്ടിങ് തൊട്ട് ഈ ടോട്ടൽ വരെ വരുന്ന സെല്ലുകൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ മെർജ് സെൽസ് എന്ന് നമുക്ക് കാണാം. ഇതിലെ മെർജ് ആൻഡ് സെൻറ്റർ ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതെല്ലാം മെർജ്ഡായി വരുന്നത് കാണാം. ഇനി ഇതിനകത്തേക്ക് വരേണ്ട ഹെഡിങ് പറയുന്നത് ഇവാലുവേഷൻ ഓഫ് ലിറ്റിൽ കൈറ്റ്സ്. ആ ഒരു മാറ്റർ അവിടെ ടൈപ്പ് ചെയ്യണം. അതിനുശേഷം ഹോമിൽ എക്സാം 8 രജിസ്റ്റർ നമ്പർ _ക്വസ്റ്റ്യൻ നമ്പർ എന്നതായി സേവ് ചെയ്യണമെന്നുള്ളതാണ്. സേവ് ചെയ്യുന്നതിനായി ഫയൽ സേവ് ആസ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഹോമിലെ റീസെൻറ്റിൽ തൊട്ട് താഴെ കാണുന്നതായിരിക്കും ഹോമിലെ എക്സാം 8 എന്ന ഫോൾഡർ തുറന്നതിന് ശേഷം ഇവിടെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ നൽകി _ക്വസ്റ്റ്യൻ നമ്പറും നൽകി സേവ് ചെയ്യുന്നതോടെ ഈ ഒരു പ്രവർത്തനം അവസാനിക്കുന്നു.